ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്ന് ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണത്. അതായത് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ എങ്ങനെ നമ്മൾക്ക് ഒരു ജോലി തരപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ്. അതായത് ഒരു അക്കൗണ്ടന്റ് ജോബ് എങ്ങനെ നമ്മൾക്ക് നേടാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ടിപ്പും ട്രിക്കുകളും ഒക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു 8-10 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? പറയത്തക്ക എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ നമ്മൾക്ക് എങ്ങനെ ഒരു ജോലിയിൽ കയറി കൂടാം എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ റെസ്യൂം തയ്യാറാക്കണോടത്താണ്. അപ്പോൾ നമ്മളുടെ ഒരു 50% ചാൻസും ഈ റെസ്യൂമിലാണുള്ളത്. കാരണം നിങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ എന്താണ്, ഈ റെസ്യൂമാണ്. അപ്പോൾ ഈ റെസ്യൂമിൽ നമ്മൾ എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളതാണ്. നമ്മൾക്ക് വർക്ക് അറിയണം, അത് രണ്ടാമത്തെ കാര്യമാണ് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങളൊരു പോർട്ട്ഫോളിയോയും കൂടി തയ്യാറാക്കാൻ ശ്രമിക്കണം. അതായത് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസും നിങ്ങളുടെ സ്കിൽസും ഇതെല്ലാം ഈ ഒരു ഇതിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ റെസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഒരു ചെറിയ ഒരു ഇതിലാണ് റെസ്യൂം എന്ന് പറയുക. എന്നാൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് നിങ്ങൾക്ക് ഒരു 2-3 പേജുകളിലൊക്കെ നിങ്ങൾക്ക് അത് ഇതാക്കാം. കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ, അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ വർക്ക് പ്രൊജക്റ്റുകൾ, ഇതെല്ലാം നമ്മൾക്കൊരു പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ ഇത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഇംപ്രഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ടാലി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒന്നും അറിയില്ല, ഇപ്പോൾ നമുക്ക് ടാലിയൊക്കെ നമ്മൾക്ക് ഈസി ആയിട്ടാണ് നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അതായത് നമ്മൾക്ക് ടാലി എഡ്യൂക്കേഷൻ മോഡിൽ നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ ഓരോ പ്രൊജക്റ്റുകൾ, ഓരോ ഡമ്മി ബില്ലുകൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇൻവോയ്സുകൾ എങ്ങനെ തയ്യാറാക്കാം, എങ്ങനെ അതിൻ്റെ റിപ്പോർട്ടുകൾ എടുക്കാം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് എന്ത് ചെയ്യാൻ അറിയുന്നതിൻ്റെ അപ്പുറത്താണ് നമ്മൾക്ക് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടാലി നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ തന്നെ അതിൽ പ്രൊജക്റ്റുകൾ തയ്യാറാക്കിയിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾ എത്രത്തോളം എക്സ്പീരിയൻസ് അതിലുണ്ടാക്കുന്നു അത്രത്തോളമാണ് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറേ വീഡിയോസ് കണ്ടതുകൊണ്ട് നമുക്കൊരു ജോലി കിട്ടില്ല, നിങ്ങൾ തന്നെ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യണം എന്നർത്ഥം. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോകൾ ഉണ്ട്. അപ്പോൾ ടാലിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോകൾ എൻ്റെ ചാനലിലുണ്ട്. ഇനി അതല്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസും നോട്ട്സും ഒക്കെ വേണമെന്ന് വിചാരിക്കുക, നിങ്ങൾ എൻ്റെ ടാലി ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ എൻ്റെ ടാലി ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുമല്ല, ഒരു ലൈഫ് ടൈം ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റിയും അവിടെ ഉണ്ട്. കാരണം നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാമെന്നർത്ഥം. ഇപ്പോൾ നിങ്ങളൊരു ജോലിയിൽ കയറി, അപ്പോൾ നിങ്ങൾക്ക് അവിടെ സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ എന്നെ കോൺടാക്റ്റ് ചെയ്യാമെന്നർത്ഥം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. നിങ്ങളിപ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസുകൾ മാക്സിമം ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. എന്നിട്ട് നിങ്ങളൊരു ചെറിയ ഫേമിൽ കയറി പറ്റുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഹൈ സാലറി ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മൾക്ക് ഒരു മിനിമം ലെവലുള്ള സാലറിയൊക്കെ നമുക്ക് അവിടെ കിട്ടും. അതുമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, സെയിൽ ടാക്സ് ഓഫീസേഴ്സ്, ഇവരെയൊക്കെ നമുക്ക് ട്രെയിനി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് നിങ്ങളുടെ കരിയറിനെ നല്ല രീതിയിൽ ഗ്രോ അപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും. ഇപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ച്
നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ നിങ്ങൾ ധാരാളം ഇൻ്റർവ്യൂകളിലും പങ്കെടുക്കണം. അപ്പോൾ ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ചിലപ്പോൾ അവിടെ പരാജയമായിരിക്കും, പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് ജോലി സൈറ്റുകൾ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നോക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് പേപ്പറിൽ ഉള്ള ജോബ് വേക്കൻസികൾ നമ്മൾക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇൻ്റർവ്യൂവിന് പോകാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ എന്ന്. ചിലപ്പോൾ 1-2 വാതിലുകൾ അടഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ മുന്നിൽ തുറക്കാൻ വേറെയും വാതിലുകൾ ഉണ്ടായിരിക്കും എന്നർത്ഥം. അപ്പം നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എപ്പോഴും നമ്മൾക്ക് കുറച്ച് നമ്മൾ ബ്ലാങ്കായി, അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ബ്ലാങ്കായി പോകാതിരിക്കാൻ. അതായത് നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് തന്നെ നമ്മൾ പോകണം എന്നർത്ഥം. അപ്പോൾ നമ്മൾക്ക് ഇത് എവിടെയും പോകാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡിഗ്രി മാത്രം മതി എന്നർത്ഥം. നിങ്ങളുടെ കോളേജിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് എന്താണ് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് പഠിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അതേപോലെ തന്നെ എക്സലും നിങ്ങളൊന്ന് നോക്കണം. അപ്പോൾ എക്സലിലെ ബേസിക് കാര്യങ്ങൾ, ഫോർമുലകൾ, ഇതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിട്ട് വേണം ണ്ടെങ്കിൽ. അതേപോലെ ഇമെയിൽ അയക്കാനൊക്കെ നിങ്ങളൊന്ന് നോക്കണം. അപ്പം നമ്മൾ തന്നെ ഒരു ഡമ്മി, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇന്നിപ്പോൾ ഇമെയിലൊക്കെ അയക്കാൻ നമുക്കിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒക്കെ നമുക്ക് ഇമെയിൽ അയച്ചിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അതേപോലെ നമ്മളെന്താണ് ബാങ്കിൻ്റെ, ഇപ്പോൾ നിങ്ങളുടെ തന്നെ പേഴ്സണൽ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ബാങ്കിൽ എങ്ങനെയൊക്കെയാണ് എൻട്രി വന്നിരിക്കുന്നത്, എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എൻട്രീസൊക്കെ അറിഞ്ഞിരിക്കണം. അതേപോലെ ബേസിക് അക്കൗണ്ടിങ് കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. എവിടെ ഡെബിറ്റ് ചെയ്യണം, എവിടെ ക്രെഡിറ്റ് ചെയ്യണം, പിന്നെ പ്രധാനമായി അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസും അറിഞ്ഞിരിക്കണം. അപ്പോൾ എൻ്റെ ചാനലിൽ ഇതിനെക്കുറിച്ചിട്ടെല്ലാം ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് GST, അതേപോലെ തന്നെ TDS, ഇങ്ങനെയുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പോൾ GSTയിൽ നമുക്ക് റേറ്റുകൾ ഉണ്ടായിരിക്കും, അത് എപ്പോഴൊക്കെയാണ് അപ്ലിക്കബിൾ ആവുക, ഒരേ സ്റ്റേറ്റ് ആവുമ്പോൾ എന്താണ് വരിക, ഡിഫറൻറ്റ് സ്റ്റേറ്റുകളാകുമ്പോൾ എന്തൊക്കെയാണ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നല്ല രീതിക്ക് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. അതേപോലെ പേറോള്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ജോലിയിൽ പോകുമ്പോൾ നമ്മൾക്ക് അവരിങ്ങോട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മൾക്ക് അങ്ങോട്ട് എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ് ഇത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ലൊരു പോർട്ട്ഫോളിയോ നിങ്ങൾ തയ്യാറാക്കിയിട്ട് നിങ്ങളത് ഇൻ്റർവ്യൂവിന് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ജോലി കിട്ടും. പിന്നെ നിങ്ങളൊരു സ്ഥാപനത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ പുതിയ സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് കയറി കൂടാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വന്നുകൊണ്ടിരിക്കും എന്നർത്ഥം. അപ്പോൾ എന്തു കാര്യം പഠിക്കുകയാണെങ്കിലും അതിൽ റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്തിട്ട് എടുക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ടാലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിപ്പോർട്ടുകളൊക്കെ എവിടെയാണ് കിട്ടുക എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ടാലിയിലെ എല്ലാ റിപ്പോർട്ടുകളും ഇവിടെ നമ്മൾക്ക് ഗോ ടുലാണ് ഉണ്ടായിരിക്കുക. ഇവിടെ ഗോ ടു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റിപ്പോർട്ടുകളും ഇവിടെ കിട്ടും. ഇവിടെ ഒരു സെർച്ചിങ് ബാറും ഉണ്ട്. നമുക്ക് ഇവിടെ ജസ്റ്റ് ഡേ ബുക്കാണ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ DA എന്ന് അടിച്ച് നമുക്ക് ഇവിടെ ഡേ ബുക്ക് എന്നിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് ഡേ ബുക്ക് കിട്ടി. ഇനി നമുക്ക് ക്യാഷ് ആണ് അറിയണം എന്ന് വിചാരിക്കുക. നമ്മളിവിടെ ഗോ ടു ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് നമുക്ക് അടിക്കാം. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് കിട്ടി. ഇതേപോലെ ബാലൻസ് ഷീറ്റ് എടുക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാം, കൊടുക്കാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ്, ബില്ല് പേയബിൾ, ബില്ല് റിസീവബിൾ, ഇങ്ങനെ ഓരോ റിപ്പോർട്ടുകളും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ചെയ്യാൻ അറിയുന്നതിനേക്കാളും 2-3 പടി മുന്നിലായിരിക്കണം റിപ്പോർട്ടുകൾ എടുക്കാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.